മന്ത്രി എം ബി രാജേഷും മുഖ്യവേദിയിലെത്തി കലോത്സവ വിശേഷങ്ങൾ പങ്കുവെക്കാൻ. മിനിസ്റ്റർ, എങ്ങനെയുണ്ട് കലോത്സവം? അവസാനം വന്നതേ ഉള്ളൂ. അല്ല, മറ്റു വേദികളിലേക്ക് ഇല്ല, എവിടെയും പോയിട്ടില്ല. ഇല്ല, ഓഫീസിന്റെ തൊട്ടടുത്താണല്ലോ ഓഫീസ്. അപ്പോൾ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കലോത്സവത്തിന്റെ വേദികളിലെത്തുക, ഒപ്പം ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊന്ന് നോക്കുക. വളരെ മികച്ച പ്രവർത്തനമാണ് കോർപ്പറേഷൻ ശുചിത്വ മിഷനും എല്ലാം വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നടത്തുന്നത്. ആ കാര്യം ഒന്ന് വിലയിരുത്താൻ കൂടിയായിട്ടാണ് വന്നത്. ഈ കലോത്സവമായിട്ട് വരുമ്പോൾ കലോത്സവ ഓർമ്മകൾ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ കലോത്സവ ഓർമ്മകൾ പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെതാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നല്ലാതെ അവിടെ നിന്നൊന്നും ജില്ലയിലേക്ക് അധികം പങ്കാളിത്തം സാധാരണ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ വലിയ ഓർമ്മ, മത്സരാർത്ഥി എന്ന നിലയിലുണ്ട്. 7 വർഷം തുടർച്ചയായി യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രസംഗം, പ്രബന്ധം, ക്വിസ്, ഇതായിരുന്നു എൻ്റെ ഇനങ്ങൾ. ഈ 3 ഇനങ്ങളാണ്. പിന്നെ സംഘാടകനായിട്ടും അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലവുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളാണ് കലോത്സവത്തിന്റെ ഓർമ്മകൾ. ഈ 4 ദിവസം കഴിയുമ്പോൾ ഈ മേള എങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്തേക്കുന്നത്? മേള എല്ലാ കാലത്തും എന്നതുപോലെ തന്നെ ജനം ഹൃദയത്തെ ഏറ്റിട്ടുള്ളതാണല്ലോ ഈ മേള. മികവുറ്റ സംഘാടനമാണ് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, എന്തായാലും തിരക്കിലുകൾക്കിടയിലും ഈ മാലിന്യ നിർമ്മാർജ്ജന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വിശകലനം ചെയ്യുന്നതിനും അതിനെ കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നതിനും ഒക്കെ തന്നെയാണ് മന്ത്രി എം ബി രാജേഷ് മുഖ്യവേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.